നമസ്കാരം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. മുളപ്പിച്ച ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണെന്ന് നമുക്കറിയാം. പക്ഷെ അത് ഉണ്ടാക്കാനുള്ള മടി കൊണ്ടും അതുപോലെ തന്നെ കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടും പലപ്പോഴും നമ്മളത് ചെയ്യാറില്ല. അപ്പോൾ ഇന്നത്തെ ഊത്തപ്പത്തിൽ ഞാൻ സ്പ്രൗട്ട്സും ചേർക്കുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് നോക്കാം. ഊത്തപ്പം ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഈ ബൗളിലേക്ക് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓട്സ് ആണ്. ഇതിപ്പോൾ ഓട്സ് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്തതാണ്. ഇതിപ്പോൾ 1/2 കപ്പ് ഉണ്ട്, ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ 1 കപ്പൊക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ അധികം ഉണ്ടാവില്ല. കൂടുതൽ വേണം എന്നുള്ളവർക്ക് 1 കപ്പൊക്കെ എടുക്കാം. ഇനിയിപ്പോൾ ഓട്സ് എടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ റോൾഡ് ഓട്സ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. റോൾഡ് ഓട്സ് എന്ന് പറയുമ്പോൾ മുഴുവനോടെയുള്ള ഓട്സ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്ക് മുഴുവനോടുള്ള ഓട്സ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സാധാരണ ഓട്സ് യൂസ് ചെയ്തത്. അതിനാണ് കുറച്ചും കൂടിയും ഗുണങ്ങൾ കൂടുതൽ. അത് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പോൾ 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്ര ഓട്സ് പൊടി എടുക്കുന്നുണ്ടോ അത്ര തന്നെ തൈര് ചേർക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് ഒരു ദോശ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ ആവണം. അപ്പം അതിനായിട്ട് നമുക്ക് ഇത്തിരി ഒരു വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക. അത്ര ലൂസും അല്ല അത്ര തിക്കും അല്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് വന്നിട്ടുണ്ട്. തിരിയും കൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് വെക്കണം. അപ്പോൾ ഇത്രയും കൂടി ഒന്ന് തിക്കായി വരും. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇതിന് ഒരു 15 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിൽ ചേർക്കാനുള്ള സാധനങ്ങൾ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് മുളപ്പിച്ച ചെറുപയറാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറുപയർ തന്നെ വേണമെന്നില്ല, ഏത് സ്പ്രൗട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് മുളപ്പിച്ചതും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ 1/2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ തക്കാളി, ഒരു തക്കാളി അരിഞ്ഞെടുത്തതാണ്. അതുപോലെ തന്നെ ഒരു സവാള അരിഞ്ഞെടുത്തതും ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ സാലഡ് ഉണ്ടാക്കുന്ന പോലെ തന്നെ. ഇതിൽ പച്ചമുളക് വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണേ. നിങ്ങൾക്ക് പച്ചമുളകും മുളക് പൊടിയും വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് ചാറ്റ് മസാല വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഗരം മസാല ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊത്തപ്പം കുറച്ച് നേരമായി നമ്മൾ ബാറ്റർ മാറ്റി വെച്ചിട്ട് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ 15 മിനിറ്റായി ഞാൻ മാറ്റി വെച്ചിട്ട്. നല്ല തിക്കായി ബാറ്റർ. അപ്പോൾ അതൊന്ന് ലൂസാക്കി എടുക്കണം. അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കി എടുക്കാം. ഊത്തപ്പത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ബാറ്ററിന് വേണ്ടത്. അത്ര ലൂസാവണ്ട, പിന്നെ അത്ര തിക്കും ആവണ്ട. കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് നോക്കിയാൽ മതി കൺസിസ്റ്റൻസി. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അധികം ലൂസും അല്ല എന്നാൽ അധികം തിക്കും അല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. പാനൊന്ന് ചൂടായി വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ചെയ്യേണ്ടി വരില്ല. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഊത്തപ്പത്തിന് ഒഴിക്കുന്ന പോലെ തന്നെ കുറേശ്ശെടുത്ത് ഒഴിച്ചു കൊടുക്കാം. അധികം പരത്തേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ഈ മാറ്റി വെച്ച ഫില്ലിങ് ചേർത്ത് കൊടുക്കാം.
നമ്മൾ ഈ മാവ് നന്നായിട്ട് ഡ്രൈ ആകുമ്പോഴേക്കും ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് ഇതിലിങ്ങനെ പിടിച്ചിരിക്കുള്ളൂ. ഇനി ഇത് നന്നായിട്ട് കുക്കായി വരണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചേർക്കുന്നവർക്ക് നെയ്യ് ചേർക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ചേർക്കുന്നവർക്ക് വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിത്തിരി നെയ്യ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ആയി വരട്ടെ. ഇതായിട്ടുണ്ട്. നമുക്ക് പതുക്കെ മറച്ചിടാം. ഇനി അപ്പുറത്തെ സൈഡ് ഒന്ന് ആയി വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് 2 മിനിറ്റ് ആയി. നമുക്കിത് പതുക്കെ ഇതിൽ നിന്ന് എടുക്കാം. നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അളവിൽ നിന്ന് നിങ്ങൾക്ക് 4-5 ഊത്തപ്പേ കിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഇതിൻ്റെ അളവ് ഒന്ന് കൂട്ടിയാൽ മതി. സിമ്പിളാണ്. നമ്മൾ സ്പ്രൗട്ട്സൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു മാർഗ്ഗമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.